അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ടോപ്പിക്കാണ്. അതിലെ നമ്മൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉബുണ്ടു സോഫ്റ്റ്വെയർ ആണെന്നും അതിൻ്റെ അകത്തുള്ള കുറേയൊക്കെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ആപ്ലിക്കേഷൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മളെ ടീച്ചേഴ്സിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്, പിള്ളേരുടെ ഡീറ്റെയിൽസ് കയറ്റേണ്ടത് എവിടെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരെണ്ണമാണ് ഈ ഹാക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ നിയമം അല്ലെങ്കിൽ IT ആക്ട് എന്ന് വന്നുവെന്നും അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലൂടെ നമ്മുടെ സിസ്റ്റം ഡാമേജ് ആകാം അല്ലെങ്കിൽ ഏതൊക്കെ വഴിയിലൂടെ നമ്മുടെ സിസ്റ്റത്തെ നമുക്ക് ആ ഡാമേജ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഏതൊക്കെ രീതിയിലൂടെയാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിള്ളേരെ നമ്മളിത് പഠിപ്പിക്കണം. നമുക്കറിയാം 1-ാം ക്ലാസ് തൊട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ IT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് സ്കൂളുകളിൽ, കളിപ്പെട്ടി എന്ന് പറഞ്ഞ രീതിയിൽ. പിന്നെ UP തലത്തിലേക്ക് വരുവാണെങ്കിൽ EAT വിദ്യ എന്ന് പറഞ്ഞ രീതിയിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ഇന്നത്തെ കാലത്ത് അധിഷ്ഠിതമായിട്ടുള്ള IT അധിഷ്ഠിതമായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ IT അധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിത സമ്പ്രദായം നമ്മുടെ കുട്ടികൾ മുൻപോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി നമ്മളും ബോധ്യവാന്മാരായിരിക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അതിനെപ്പറ്റിയുള്ള അവബോധവും അതുപോലെ തന്നെ എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ആക്കാം എന്നൊക്കെയുള്ളൊരു അവബോധം നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തെ സെക്യൂർ ആക്കാം, ഏതൊക്കെ രീതിയിലൂടെ നമ്മുടെ സിസ്റ്റത്തിനെ അറ്റാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഏതൊക്കെ നിയമം വഴി അതിനെ നമുക്ക് രക്ഷപ്പെടാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നോക്കാം എന്താണ് IT സംരക്ഷണ നിയമവും അതുപോലെ തന്നെ നമ്മുടെ ഹാക്കേഴ്സും വിവിധ തരം ഹാക്കിങ് ഏതൊക്കെ തരത്തിലാണ് ഉള്ളതെന്നും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ സ്കൂളിൽ ചെന്നാൽ നമ്മൾ ഒബ്വിയസ്ലി ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊജക്റ്റ് വഴി കണക്ട് ചെയ്യണം. ആ പ്രൊജക്റ്റ് വഴി കണക്ട് ചെയ്യുന്നതിന് പറയുന്നൊരു പേരുണ്ട്. എന്നാണെന്നറിയാമോ? നമുക്കറിയാം നമ്മുടെ പ്രൊജക്ടർ നമ്മൾ എടുത്ത് നോക്കണം. നമ്മുടെ ഇത് കണ്ട് ഇതുപോലുള്ള സംഭവം വരും കണ്ടോ, പ്രൊജക്റ്റ് എന്നൊരു സാധനം വരും. നമുക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഈ സൈഡിൽ കണ്ടോ പ്രൊജക്റ്റ് എന്നൊരു സാധനം വരും. ഈ പ്രൊജക്റ്റിനകത്ത് നമ്മൾ പിടിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വേണോ അതോ സെക്കൻഡ് സ്ക്രീൻ വേണോ, എക്സ്റ്റെൻഡ് കൊടുക്കണോ, അല്ലെങ്കിൽ നമ്മുടെ PC സ്ക്രീൻ മാത്രം മതിയോ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഈ ഒരു സെറ്റിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം നമ്മൾ പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ പ്രശ്നം, അതൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, എങ്ങനെ ഒരു സിസ്റ്റം കണക്ട് ചെയ്യണം, ഏതൊക്കെ വയറാണ്, VGA HDMI കേബിളാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അത് തമ്മിൽ കണക്റ്റ് ആക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു കറണ്ടിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പാക്കണം. അതൊരു ഇൻവേർട്ടറെ കൊടുക്കെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ്. കാരണം പ്രൊജക്ടറൊക്കെ ഒറ്റയടിക്ക് ഷട്ട് ഡൗൺ ആയി പോകുന്നത് പ്രൊജക്ടറിനെ സംബന്ധിച്ച് കേടാണ്. കാരണം അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാലോ, ഒരു സംഭവം കിടന്ന് കറങ്ങിയാണ്. അത് ഒറ്റയടിക്ക് ഷട്ട് ഡൗൺ ആയപ്പോൾ സ്റ്റക്കായി നിന്നുപോയി. അതിൻ്റെ ഫിലിമിൻ്റെ പ്രൊജക്ടറിൻ്റെ സ്ക്രീനിൻ്റെയും അതുപോലെ തന്നെ അകത്തെ പ്രൊജക്ടർ കേടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഒരു സ്കൂളിൽ ചെന്നാൽ അവിടെ ഒന്നല്ലെങ്കിൽ 2 സിസ്റ്റമോ അല്ലെങ്കിൽ 2 പ്രൊജക്ടറോ ഒക്കെ കാണത്തുള്ളൂ. അപ്പോൾ നമുക്കത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയുള്ളത്. അപ്പം അതിനെ എങ്ങനെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം എങ്ങനെയാണ്, കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം, അതൊക്കെ നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയറാണ് സേഫ്, ഏതൊക്കെ സോഫ്റ്റ്വെയറാണ് അൺസേഫ്, ഇനി അൺസേഫ് ആയിട്ടുള്ളതിൽ നമ്മൾ കയറിയാൽ എന്തൊക്കെ നമ്മുടെ സിസ്റ്റത്തിന് ഡാമേജ് ആകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇൻ കേസ് അങ്ങനെ വല്ലതും പറ്റിയാൽ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടാമെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. എല്ലാം ഒന്നും അറിയണമെന്നില്ല, പക്ഷെ അത്യാവശ്യമായിട്ട് ഇതൊക്കെ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. യെസ്, അങ്ങനെയാണ് നമുക്ക് നോക്കാം എന്താണ് IT-യുടെ ഹാക്കിംഗ് മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സമൂഹത്തെയോ രാജ്യത്തെയോ കമ്പ്യൂട്ടർ ശൃംഖലയോ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നതാണ് സൈബർ ക്രൈം. അതായത് ഒരു സമൂഹത്തെയാകാം അല്ലെങ്കിൽ ഒരു രാജ്യത്തെയാകാം, അതിൻ്റെ കമ്പ്യൂട്ടർ ശൃംഖലയോ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നതാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ പത്രങ്ങളിൽ എപ്പോഴും വാർത്ത വരുന്നത് അല്ലേ, സൈബർ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്നതാണ് ആ സാധനം തന്നെ. അതായത്
ഒന്നെങ്കിൽ ഒരു സമൂഹത്തെ ആകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തന്നെയാകാം, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മൊത്തത്തിലാകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ശൃംഖലകളെ മൊത്തത്തിലാകാം. അങ്ങനെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സൈബർ ക്രൈം. ഒരു വ്യക്തിയുടെ സ്വകാര്യ അവകാശങ്ങളെ ഹാനിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ ട്രോട്ട്സ്. കേട്ടോ, ഓർത്തിരിക്കണം. ഒരു വ്യക്തിയുടെ സ്വകാര്യ അവകാശങ്ങളെ ഹനിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സൈബർ ട്രോട്ട്സ് എന്ന് പറഞ്ഞ പേരില്ല. സ്വന്തം ആനന്ദത്തിനായി, ഇത് ചോദിച്ച ചോദ്യമാണ്, മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ അതിലെ സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയാളുടെ അറിവോ അനുമതിയോ ഇല്ലാതെ പ്രവേശിച്ച് വിവരങ്ങൾ മോഷ്ടിക്കുകയോ വിവരങ്ങളിൽ മാറ്റം വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന അറിയപ്പെടുന്നതിന് പറഞ്ഞ പേരാണ് ഹാക്കിംഗ്. എന്താണ്? ഇപ്പോൾ എൻ്റെ അനുവാദമില്ലാതെ നിങ്ങളുടെ ഒരാളുടെ ആനന്ദത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? എൻ്റെ സിസ്റ്റം ഹാക്ക് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? എൻ്റെ സിസ്റ്റത്തിന് എന്തോ ഒരു ഫയർവാളിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റത്തിന് നെറ്റ്വർക്കിന് എന്തോ കുഴപ്പമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ഒരു കോഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആനന്ദത്തിന് വേണ്ടി എൻ്റെ സിസ്റ്റം ഹാക്ക് ചെയ്യണം. അതിന് പറഞ്ഞ പേരാണ് ഹാക്കിംഗ് എന്ന് പറയുന്നുണ്ടോ. ഇത് സ്വന്തം ആനന്ദത്തിനായി മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ അതിലെ സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയാളുടെ അറിവോ അനുമതിയോ ഇല്ലാതെ പ്രവേശിച്ച് വിവരങ്ങൾ മോഷ്ടിക്കുകയോ വിവരങ്ങൾ മാറ്റം വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന അറിയപ്പെടുന്നതാണ് ഹാക്കിംഗ്. നമ്മൾ സിനിമകളിലൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ ഹാക്കിംഗ് അല്ലേ. അവരൊരുപാട് ഇങ്ങനെ വിൻഡോസൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അപരൻ്റെ സിസ്റ്റത്തെ ഹാക്ക് ചെയ്യുന്നു അല്ലേ. പോലീസിൻ്റെ സെർവർ ഹാക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ CCTVയുടെ വിഷ്വൽസ് നമ്മൾ മാറ്റുക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹാക്കിംഗ് കേട്ടോ. ഏത് ഒരാളുടെ അനുമതി ഇല്ലാതെ അയാളുടെ സിസ്റ്റം കയറി നമ്മൾ ആക്രമിക്കുന്നതിന് പറഞ്ഞ പേരാണ് ഹാക്കിംഗ്. ഇനി ഹാക്കിംഗ് എന്ന് പറഞ്ഞ 3 തരമുണ്ട്. ഒന്നാമത്തേത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, രണ്ടാമത്തേത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, മൂന്നാമത്തേത് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. നമുക്കറിയില്ല, ക്രിക്കറ്റുകളിലൊക്കെ നമ്മൾ ഓരോ ക്യാപ്പ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹാക്കർമാർക്ക് 3 ക്യാപ്പാണുള്ളത്. ഒന്ന് വൈറ്റ്, 2 ബ്ലാക്ക്, 3 ഗ്രേ. ഓക്കെ, എന്താണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർക്ക് ദോഷം ചെയ്യാതെ ഒരാളുടെ ഹാക്കിംഗ് കഴിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവനാണ് വൈറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ 5-ാം പാതിര സിനിമ കണ്ടാണോ നിങ്ങൾ? 5-ാം പാതിര സിനിമ കണ്ടാണോ? 5-ാം പാതിര സിനിമ കണ്ടാണോ? അതിൻ്റെ അകത്ത് ഒരാളുണ്ട്, നമ്മുടെ ആരായിരുന്നു ആ ഹാക്കറില്ലേ, നമ്മുടെ കുഞ്ചാക്കോ പോയി പിടിച്ചുകൊണ്ട് വരുന്നവൻ. അവൻ എന്തെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടോ? അതായത് അവരെ പോലീസിൻ്റെ സെർവർ അവർ കൃത്യമാക്കാനായിട്ട് ശ്രീധൻ ബാസി അല്ലേ, അത് തന്നെ. അതായത് അവരുടെ സിസ്റ്റം സേഫ് ആക്കാനായിട്ട് അവൻ പുറത്തുകൊണ്ട് എന്താണ് ആളെ വിളിക്കുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർക്ക് ദോഷം ചെയ്യാതെ ഒരാളുടെ ഹാക്കിംഗ് കഴിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവനാണ് വൈറ്റ് ഹാക്കേഴ്സ്. അവനതിന് മുമ്പ് എന്തായിരുന്നു? സ്വന്തം ആനന്ദത്തിന് വേണ്ടി ഒരു ATM കാർഡിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ATM കാർഡിൻ്റെ മുന്നിൽ ഇരുന്ന് അവരുടെ പാസ്വേഡ് റിക്കവർ അല്ലെങ്കിൽ ആ പാസ്വേഡ് മനസ്സിലാക്കുന്നതായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ അവൻ നമ്മുടെ കുഞ്ചാക്കോവൻ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവൻ എന്താണ്? കമ്പ്യൂട്ടർക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ എന്താണ് അവൻ്റെ കഴിവുകൾ അല്ലേ, അവൻ്റെ ഹാക്കിംഗ് കഴിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവനാണ് വൈറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് എപ്പോഴും എന്തോ ഒരു സമാധാനത്തിൻ്റെ സിമ്പൽ അല്ലേ, അല്ലെങ്കിൽ ഒരു പരിശുദ്ധി എന്നൊക്കെ പറഞ്ഞ സിമ്പൽ അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം, ഒരാൾക്കും ദോഷം ഉണ്ടാകുന്നില്ല, പക്ഷേ ഒരാളുടെ കഴിവ് പുറത്ത് കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പേരാണ് വൈറ്റ് ഹാക്കേഴ്സ്. ഇനി വൈറ്റ് ഹാക്കേഴ്സിന് മറ്റൊരു പേരാണ് എത്തിക്കൽ ഹാക്കേഴ്സ്. എന്താണ് എത്തിക്കൽ ഹാക്കേഴ്സ്? അവർ എത്തിക്സ് വിട്ടൊരു പരിപാടി ചെയ്തില്ല, മറ്റൊരാൾക്ക് ദോഷം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരാളെ ഹാനികരിക്കുന്ന ദൂഷ്യമായിട്ട് ഭരിക്കുന്ന രീതിയിൽ അവർ ചെയ്യത്തില്ല. അതുകൊണ്ട് അവർക്ക് പറയുന്ന പേരാണ് എത്തിക്കൽ ഹാക്കേഴ്സ്. അവർ എത്തിക്സ് ഉള്ളവരാണ്. ഇനി രണ്ടാമത്തെ ആൾക്കാരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. എന്താണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ? സ്വന്തം നേട്ടത്തിന് വേണ്ടി ദുരുദ്ദേശത്തോടെ മറ്റൊരാളുടെ സിസ്റ്റത്തിൽ പ്രവേശിച്ച് അതിലെ വിവരങ്ങൾ മോഷ്ടിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഹാക്കർമാരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. അതായത് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ദുരുദ്ദേശത്തോടു കൂടി മറ്റൊരാളുടെ സിസ്റ്റത്തിൽ പ്രവേശിച്ച് അതിലെ വിവരങ്ങൾ മോഷ്ടിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഹാക്കർമാരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ നമ്മുടെ സൈക്കോളജിക്കകത്ത് നമ്മളൊരു ടേം പഠിച്ചായിരുന്നല്ലേ, നമ്മുടെ ബോധ മനസ്സ്, അബോധ മനസ്സിൽ നമ്മുടെ സ്വന്തം ആനന്ദത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏത് മൈൻഡാണ്? ഇതാണോ, അഹമാണോ, അത്യഹമാണോ? നമ്മുടെ സ്വന്തം ആനന്ദത്തിന് വേണ്ടി, അതായത് സ്വന്തം സുഖലക്ഷ്യങ്ങൾ മാത്രം ഓടുന്നത് ഇത്
അപ്പോൾ ഓർത്തിരിക്കണം, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഇതിൻ്റെ കേട്ടോ ഇതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നത്, അല്ലാതെ ബാക്കിയൊന്നിനും അല്ലേ ബാക്കിയുള്ളവരുടെ വിഷമങ്ങളെ പറ്റിയോ അവരുടെ വീഴ്ചകളെ പറ്റിയോ അവരുടെ തളർച്ചയെ പറ്റിയോ അവർ ഉദ്ദേശിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഓർത്തിരിക്കണം, എന്താണ് സ്വന്തം നേട്ടത്തിന് വേണ്ടി ഓരോന്നെ ദുരുദ്ദേശത്തോടു കൂടി മറ്റൊരാളുടെ സിസ്റ്റത്തിൽ പ്രവേശിച്ച് അതിലെ വിവരങ്ങൾ മോഷ്ടിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഹാക്കർമാരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. പിന്നെ ഒരു കൂട്ടരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. പ്രത്യേക ലക്ഷ്യങ്ങളില്ലാതെ സ്വന്തം ഹാക്കിംഗ് കഴിവ് തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നവർ. നമുക്കറിയില്ല, ചില ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ചിലരുടെ ചാനലൊക്കെ എന്താക്കും, ബ്ലോക്ക് ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ ബ്ലോക്ക് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യും, അവരുടെ കഴിവുകൾ ചുമ്മാ പുറത്ത് കാണിക്കും. അതായത് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണം, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഗ്രേ ഹാറ്റ് ഹാക്കർ. അപ്പോൾ ഓർത്തിരിക്കണം, വൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ എത്തിക്കരാണ്. അവർക്ക് ആർക്കും ദോഷം വരാത്ത രീതിയിൽ സമൂഹത്തിന് വേണ്ടി എന്താണ് പ്രയോജനപ്രദമായ രീതിയിൽ ചെയ്യുന്നവരാണ് വൈറ്റ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാലോ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ സിസ്റ്റത്തിൽ എന്താണ് പ്രവേശിച്ച് അതിലെ വിവരങ്ങൾ മോഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ബ്ലാക്ക്. ഗ്രേ എന്ന് പറഞ്ഞാൽ അവർക്കതിനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, തൻ്റെ കഴിവ് ലോകത്തിനെ അറിയിക്കണം അല്ലെങ്കിൽ സമൂഹത്തിനെ അറിയിക്കണം, അതിനുവേണ്ടി തൻ്റെ ഹാക്കിംഗ് സ്കില്ലുകൾ പുറത്ത് കാണിക്കുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഇനിയും ഉടമയുടെ അറിവോ അനുമതിയോ കൂടാതെ തെറ്റിദ്ധരിപ്പിച്ചോ അയാളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സംവിധാനത്തിലോ ദുരുദ്ദേശത്തോടെ പ്രവേശിച്ച് സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രധാന പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രസ്തുത സംവിധാനങ്ങളെ മുഴുവൻ തയ്യാറാക്കുന്ന കുറ്റകൃത്യമാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ സമ്മതം കൂടാതെ, നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്രവേശിച്ച് ഇതിലെ സുരക്ഷാ വീഴ്ചകൾ അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ നശിപ്പിച്ച് എന്ത് ചെയ്യും, പ്രോഗ്രാം ഫുള്ളായിട്ട് മാറ്റം വരുത്തും. അങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് സിസ്റ്റത്തെ മറ്റും തയ്യാറാക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് സിസ്റ്റം മറ്റും തയ്യാറാക്കുന്ന ഇതിന് പറയുന്ന പേരാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഈ വാക്ക് ഓർത്ത് വെക്കണം, ക്രാക്കിംഗ്. അതായത് മൊത്തത്തിലൊന്ന് ക്രാക്ക് ചെയ്യുക. ക്രാക്ക് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്നാ, ഒടയുക അല്ലേ. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ മൊത്തത്തിലൊന്ന് അഴിച്ചു വേണമെന്ന് മൊത്തത്തിൽ കുളവാക്കുക എന്ന് വേണമെങ്കിൽ അർത്ഥം. അടുത്താണ് സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കെതിരായോ സംസ്കാരത്തിനെതിരായോ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായോ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായോ നടത്തുന്ന ആക്രമണമാണ് സൈബർ തീവ്രവാദം അല്ലെങ്കിൽ സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കെതിരായോ സംസ്കാരത്തിനെതിരായോ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായോ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായോ നടത്തുന്ന ആക്രമണങ്ങളാണ് സൈബർ തീവ്രവാദം അല്ലെങ്കിൽ സൈബർ ടെററിസം എന്ന് പറയുന്നത്. അത് മിക്കപ്പോഴും രാജ്യങ്ങൾ തമ്മിലാണിത് നടന്നു വരുന്നത് കേട്ടോ. ഇനിയും കരുതി കൂട്ടി ഇരയെ ഭയപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന അറിയപ്പെടുന്നതാണ് സൈബർ സ്റ്റാക്കിംഗ് കേട്ടോ. എന്താണ്, കരുതി കൂട്ടി ഇരയെ ഭയപ്പെടുത്തുവാനോ അപകീർത്തിപ്പെടുത്തുവാനോ അപമാനിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് സൈബർ സ്റ്റാക്കിംഗ്. അല്ല, ഈ സൈബർ എന്ന് പറഞ്ഞ പേര് തുടങ്ങുന്നതുകൊണ്ട് തന്നെ 5-6 ടേംസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം, നമ്മുടെ കരുതി കൂട്ടി നമ്മൾ ഇരയെ ഭയപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുവാനോ അവമാനിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ നമ്മൾ സൈബർ സംവിധാനം ഉപയോഗിക്കുന്ന പറയുന്ന പേരാണ് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഇനിയും സൈബർ സ്റ്റാക്കിംഗ് നടത്തുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയാണെങ്കിൽ അറിയപ്പെടുന്നത് സൈബർ ബുള്ളിങ് കേട്ടോ. നമ്മൾ നോക്കിയിരിക്കണം, കാരണം നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളെല്ലാം അല്ലേ പ്രായപൂർത്തിയാകാത്തവരാണ്. അതുകൊണ്ട് തന്നെ സൈബർ സ്റ്റാക്കിംഗ് നടത്തുന്നത് പ്രായപൂർത്തിയാകാതെ കുട്ടികൾക്കെതിരെയാണെങ്കിൽ അറിയപ്പെടുന്നത് സൈബർ ബുള്ളിങ്. നമുക്കറിയാമല്ലോ, നമ്മുടെ പിള്ളേരുടെ ഭീഷണിപ്പെടുത്തുക അല്ലേ, പേരൻസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അതുപോലെ തന്നെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലേ മറ്റൊരു രീതിയിൽ ഭയപ്പെടുത്തുക, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുക, കൊച്ചിൻ്റെ ഇല്ലേ നമ്മൾ കൊച്ചിനെ വൈറലാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സൈബർ ബുള്ളി കേട്ടോ. ഓർത്തിരിക്കണം, കരുതി കൂട്ടിക്കൊണ്ട് ഇരയെ അപകീർത്തിപ്പെടുത്താനോ ഭയപ്പെടുത്തുവാനോ ഭീഷണിപ്പെടുത്തുവാനോ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന പറഞ്ഞ പേരാണ് സൈബർ സ്റ്റാക്കിംഗ്. അത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയാണെങ്കിൽ അറിയപ്പെടുന്നതാണ് സൈബർ ബുള്ളിങ് കേട്ടോ. ഈ ഒരു വാക്ക് ഓർത്ത് വെക്കണം, സൈബർ സ്റ്റാക്കിങ് സൈബർ ബുള്ളിങ്. അടുത്തതാണ് വൻതുക പ്രതിഫലം നൽകാം എന്ന വാഗ്ദാനത്തിലൂടെ മറ്റും ആളുകളെ പ്രലോഭിതരാക്കി വിശ്വാസയോഗ്യമായ രേഖകൾ കാണിച്ച് പണം തട്ടുന്ന രീതി അറിയപ്പെടുന്നതാണ് നൈജീരിയൻ 419. ഇത് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതായത് നമുക്കറിയാലോ, നമ്മുടെ OTP പറഞ്ഞാൽ ഞങ്ങൾ ഇന്നത് ചെയ്തു തരാം, നിങ്ങളുടെ അതിൻ്റെ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് വൻതുക പ്രതിഫലം നൽകാം എന്ന് പറഞ്ഞ വാഗ്ദാനത്തിലൂടെയും അതുപോലെ തന്നെ
മറ്റും ആൾക്കാരെ എന്ത് ചെയ്യും പ്രലോഭിപ്പിച്ചുകൊണ്ട് വിശ്വാസയോഗ്യമായ രേഖകൾ കാണിച്ച് പണം തട്ടുന്ന രീതി അറിയപ്പെടുന്നതാണ് നൈജീരിയൻ 419. നമുക്കാണെങ്കിലും നിങ്ങളുടെ ബാങ്കിൽ നിന്നൊക്കെ ഇടയ്ക്ക് മെസ്സേജ് വരാറില്ലേ, നെവർ ഷെയർ യുവർ OTP അല്ലെങ്കിൽ നെവർ ഷെയർ യുവർ ബാങ്ക് പാസ്വേഡ് വിത്ത് അതേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വരാറില്ലേ. അല്ലെങ്കിൽ ഏതൊരു OTP ആണെങ്കിലും നമുക്ക് വരുന്നല്ലേ, ഇഫ് നോട്ട് ബൺ യു നമ്മൾ എന്തെങ്കിലും ക്യാഷൊക്കെ ATM എടുക്കണം അല്ലേ, കോൾ ദിസ് നമ്പർ എന്ന് പറഞ്ഞൊരു ടോൾ ഫ്രീ നമ്പർ നമുക്ക് താഴെ തരുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ സുരക്ഷകൾ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും എന്താണ് ഇതിൻ്റെ പുറകിലും ഹാക്കിങ് നടക്കുന്നുണ്ട്. ഓർത്തിരിക്കണം. ഈ വൻ തുക പ്രതിഫലം നൽകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് വിശ്വാസയോഗ്യമായ രേഖകൾ കാണിച്ചുകൊണ്ട് അവർ ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ്, പണം തട്ടുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് നൈജീരിയൻ 419. ഇനി ഒരു വെബ് പേജിൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു പേജ് ഉണ്ടാക്കി കളപ്പിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിനൊരു വെബ് പേജ് ഉണ്ട്, അതേ രീതിയിൽ എന്തുണ്ടാക്കും, മറ്റൊരു രീതിയിൽ നമ്മുടെ സ്കൂളിൻ്റെ ഫോട്ടോസും കണ്ടൻറ്റും ഡേറ്റാസും എല്ലാം എടുത്തുകൊണ്ട് അതേ രൂപത്തിൽ മറ്റൊരു പേജ് ഉണ്ടാക്കി കളപ്പിക്കുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് ഫിഷിംഗ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? ഇപ്പോൾ വലിയൊരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് സമ്പ്രദായത്തിൻ്റെയൊക്കെ വെബ് പേജ് മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിലേക്ക് അയക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലേ, ട്രാൻസാക്ഷൻസും എല്ലാം ഇവരുടെ അക്കൗണ്ടിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരേ വെബ് പേജിൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു പേജ് ഉണ്ടാക്കി കളിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫിഷിംഗ്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലേ, നമ്മൾക്കറിയാലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ അല്ലേ ഹാക്ക് ചെയ്തു, ഞാനല്ല മറ്റൊരാളെ കാശ് വയ്ക്കുക, നമ്മൾ ഒരുപാട് പേരെ സ്റ്റാറ്റസ് കാണുന്ന ഇന്നത്തെ കാലത്ത് അല്ലേ, കണ്ടിട്ടില്ലേ നിങ്ങളങ്ങനെ, നിങ്ങളോട് പണം ചോദിക്കുന്നത് ഞാനല്ല, നിങ്ങൾ ദയവ് ചെയ്ത് അയച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തികൾ നമ്മുടെ തന്നെ എന്താണ് കോൺടാക്റ്റിലുള്ള ഓരോ വ്യക്തികൾ സ്റ്റാറ്റസ് ഇട്ട് നമുക്ക് പരിചിതമാണ്. അപ്പോൾ എങ്ങനെ അവരെ ഹാക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ അവരുടെ അക്കൗണ്ടിലുള്ളത് നിങ്ങൾ കയറി നോക്കിയാൽ മനസ്സിലാവും, അവരുടെ DPയും അവരുടെ പ്രൊഫൈൽ ഫോട്ടോയും അതേപടി എടുത്തുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസും അതേപടി എടുത്തുകൊണ്ട് അവർ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഇവരെ പറ്റി പരിചയമുള്ള ആൾക്കാരെല്ലാം അതിലേക്ക് ഫ്രണ്ട് ആകും. അങ്ങനെ അവർ നമ്മൾ സാധാരണ ചോദിക്കുന്ന പോലെ കടം ചോദിക്കും, അവരിങ്ങനെ കാശ് തട്ടും, അക്കൗണ്ട് അവർ കളയും. അപ്പം അങ്ങനെ ഒരേ വെബ് പേജിൻ്റെ രൂപത്തിൽ മറ്റൊരാളുടെ പേജ് ഉണ്ടാക്കി കളിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ, ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി പുതിയതായി ഇറങ്ങുന്ന ചലച്ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ വഴിയും അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ കമ്പ്യൂട്ടറിലെ പ്രധാന വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്ന സൈബർ ലോകത്തെ ആക്രമണമാണ് ട്രോജൻ കുതിരയാക്രമണം കേട്ടോ, ഓർത്തിരിക്കണം. അതായത് ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങി, ഇപ്പോൾ നമ്മുടെ പുതിയ സിനിമകൾ ഇപ്പം തിയേറ്ററിൽ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സിനിമകളൊക്കെ തരാമെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എന്നാ സംഭവിക്കും, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ചോർന്നു പോകും. നമുക്കറിയില്ല, നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ സലാല മൊബൈൽസ്, കണ്ടിട്ടുണ്ടോ? സലാല മൊബൈൽസ് കണ്ടിട്ടുള്ള മൂവിയാണോ? യെസ്, അതിനകത്തുള്ള അല്ലേ, അവർ മൊബൈൽ കട നടത്തുന്ന വ്യക്തികളാണ്. അതിനകത്ത് എന്ത് ചെയ്യുക, അവരൊരു ജസ്റ്റ് SMS അയക്കത്തുള്ളൂ. SMS അയച്ചാൽ അവരുടെ കോൾ ഡീറ്റെയിൽസ്, ഫോർവേഡ് ആകുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഇവർക്ക് ഇവിടെ ഇരുന്ന് കാണാൻ സാധിക്കും. നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതുപോലെ എന്താണ് ഒരു ലിങ്ക് വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിങ്ക് വഴി നമ്മൾ എന്ത് ചെയ്യുവാണ്, മറ്റൊരാളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുക അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് നമ്മൾ ഇടപെടുന്നതിന് പറയുന്ന പേരാണ് നമ്മുടെ ട്രോജൻ കുതിരയാക്രമണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രോജൻ ഹോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനിയും സൈബർ ലോകത്തെ ആക്രമണകാല പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ്. നമുക്കറിയാലോ, സൈബർ ലോകത്തെ ആക്രമണകാരികളെ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. വളരെ അപകടകാരിയാണ്. നമ്മുടെ ഉബുണ്ടു, നമ്മൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ഉബുണ്ടു സിസ്റ്റത്തെ സംബന്ധിച്ച് വൈറസ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലെ സിസ്റ്റംസെല്ലാം നമ്മുടെ വിൻഡോസ് ആക്കാതെ എന്താക്കി വെച്ചിരിക്കുന്നത്, ഉബുണ്ടു ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ വൈറസ് അങ്ങനെ പെട്ടെന്ന് പിടിക്കത്തില്ല, കാരണം അത് ഒരു നോർമൽ OS ആണ്. അതിലേക്ക് അങ്ങനെ വലിയ പരിപാടികളൊന്നും നടത്താൻ സാധിക്കത്തില്ല. പഠന ആവശ്യങ്ങൾക്കായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് നടത്താം എന്നല്ലാതെ കൂടുതലായിട്ട് ചെയ്യുവാനായിട്ടൊന്നും അതിൽ പറ്റത്തില്ല. പ്രോഗ്രാമിങ്ങോ വലിയ കാര്യങ്ങളൊന്നും നടത്തുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് വൈറസ് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ എന്തുണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ഉബുണ്ടു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയും ഒരു ഇമെയിൽ വിലാസത്തിലേക്ക് ഒട്ടനവധി മെയിലുകൾ അയച്ച് ഇരയുടെ മെയിൻ ഇൻബോക്സ് നിറയ്ക്കുന്ന ആക്രമണമാണ് ഇമെയിൽ ബോംബ്. എന്താണ്, ഒരു ഇമെയിൽ വിലാസത്തിലേക്ക് ഒട്ടനവധി മെയിലുകൾ അയച്ചുകൊണ്ട് ഇരയുടെ മെയിൽ ഇൻബോക്സ് നിറയ്ക്കുന്ന ആക്രമണമാണ് ഇമെയിൽ ബോംബ് എന്ന്. നമുക്കറിയാലോ, നമ്മുടെ ജിമെയിലിനെല്ലാം എത്ര GB നമുക്ക് തരുന്നത്, 15 GB അല്ലേ. ഈ 15 GB നിറയ്ക്കുവാനായിട്ട് ഒരാൾ കുത്തിയിരുന്ന് എന്ത് ചെയ്യും, വൻതോതിലുള്ള ഫയൽസ് എല്ലാം ആ മെയിലേക്ക് അയക്കും. മെയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അയാളുടെ മെയിൽ ജാം ആകും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താ പറയുന്നത് ഈ 15 GB കഴിഞ്ഞതിന് ശേഷം അത് ജാമായി കിടക്കും, വീണ്ടും മെയിൽ വരാതിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ സ്കൂൾ നമ്മൾ നടത്തുകയാണ്,
ആ സ്കൂളിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മെയിലുകൾ ഒരുപാട് വരുന്നതാണെങ്കിൽ നമ്മളെ എല്ലാം ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഇല്ലേ മെയിലുകൾ നമ്മുടെ മെയിലിലേക്ക് അയച്ചാൽ അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മെയിലുകൾ നമുക്ക് റിസീവ് ആകത്തില്ല. നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിലുകൾ കാര്യങ്ങളെല്ലാം നമുക്കത് റിസീവ് ആകാതെ വരും. അപ്പോൾ അതിന് പറഞ്ഞ പേരാണ് ഇമെയിൽ ബോംബ് എന്ന് പറയുന്നത്. ഇനിയും സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നയങ്ങളുടെ മാതൃകാ രൂപമാണ് CIA ട്രയൽ കേട്ടോ. ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. C എന്ന് വെച്ചാൽ കോൺഫിഡൻറ്റാലിറ്റി, സ്വകാര്യത. I എന്ന് വെച്ചാൽ ഇൻറ്റഗ്രിറ്റി, സമ്പൂർണ്ണത അല്ലെങ്കിൽ സമഗ്രത. A എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി കേട്ടോ. അതായത് സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള നയങ്ങളുടെ മാതൃകാ രൂപമാണ് CIA ട്രയൽ കേട്ടോ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മറന്നുപോലെ. CIA ട്രയൽ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻറ്റാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഫുൾ ഫോം വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. CIA എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അത് CA-കാരൻ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിങ് എന്നൊന്നുമല്ല. എന്താണ്? കോൺഫിഡൻറ്റാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. മലയാളത്തിൽ പറഞ്ഞാൽ സ്വകാര്യത, സമ്പൂർണ്ണത, ലഭ്യത കേട്ടോ. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള നയങ്ങളുടെ മാതൃകാ രൂപമാണ് CIA ട്രയൽ എന്ന് പറഞ്ഞ് വിലറിയപ്പെടുന്നത്. കോൺഫിഡൻറ്റാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി ചോദിച്ചിട്ടുണ്ട്, നോക്കണം. ഇനിയും പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് നേരിട്ടോ മറഞ്ഞു എന്നോ ക്യാമറയിലൂടെ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന രീതി അറിയപ്പെടുന്നതാണ് ഷോൾഡർ ഷഫ്ലിംഗ് കേട്ടോ. ഓർത്തിരിക്കണം, പാസ്വേഡ് ഇപ്പോൾ നമ്മൾ അടിക്കുന്ന പാസ്വേഡ് അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് എന്ത് ചെയ്യും? നേരിട്ടോ മറഞ്ഞു എന്നോ ക്യാമറയിലൂടെയോ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന രീതിക്ക് അറിയപ്പെടുന്ന പേരാണ് ഷോൾഡർ സർഫിംഗ് എന്ന് പറയുന്നത്. ഇനിയും ഒരാളുടെ ജീവശാസ്ത്രമായ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളെ വേർതിരിക്കാൻ സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ബയോമെട്രിക് വെരിഫിക്കേഷൻ. നമുക്കറിയാലോ, നമ്മൾ റേഷൻ കടയിൽ പോയാൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ട്, ശരിയല്ലേ? നമ്മൾ കൈകൊണ്ട് വെച്ചാൽ തന്നെ ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ വിജയിച്ചിരിക്കുന്ന ഒരു പെണ്ണുമ്പിള്ള ഇങ്ങനെ പറയും, ഇല്ലേ? സിമ്പിളായിട്ട് നമ്മുടെ എല്ലാ ഫോണിലും ഇല്ലേ, നിങ്ങളുടെയൊക്കെ ഫോണിലില്ലേ, സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ടില്ലേ, നമ്മുടെ ഫോണിൽ നമ്മുടെ വിരലില്ലേ, നമ്മുടെ ചൂണ്ടുവിരലോ തള്ളവിരലോ നമ്മൾ എന്താണ് നമ്മുടെ ബയോമെട്രിക് ആയിട്ട് വെക്കും. നമുക്ക് തുറക്കണമെങ്കിൽ, ഫോൺ തുറക്കണമെങ്കിൽ നമ്മുടെ എന്താണ് കൈ കൊണ്ട് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ബാങ്കിൽ ചെന്നാൽ, നിങ്ങൾ ബാങ്കിൽ ആദ്യം അക്കൗണ്ട് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? അവർ നിങ്ങളെ കൊണ്ട് ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ എടുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വിരൽ കൊണ്ട് വെക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം എല്ലാ മേഖലയിലും ഇപ്പോൾ ആധാർ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും നമ്മുടെ ജീവശാസ്ത്രമായ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കണം. ഇനിയും ഒരു നെറ്റ്വർക്കിൽ ഒരു അംഗീകൃത വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ചെറിയ ഹാർഡ്വെയർ ഉപകരണമാണ് സെക്യൂരിറ്റി ടോക്കൺ. അതായത് ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ ഒരു അംഗീകൃതമായിട്ടുള്ള ഒരു വ്യക്തിയെ തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ഉപകരണമാണ് സെക്യൂരിറ്റി ടോക്കൺ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഡിജിറ്റൽ രൂപത്തിലൊരു പ്രമാണം മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ ഒരു രഹസ്യ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് എൻക്രിപ്ഷൻ കേട്ടോ. ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. എന്താണ് എൻക്രിപ്ഷൻ? ഡിജിറ്റൽ രൂപത്തിലുള്ളൊരു പ്രമാണം. ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് ഞാൻ ഇതേപോലെ അല്ലാതെ ഞാൻ പറയുകയാണ്, ഇന്നതിന് വരെ ഇന്ന കോഡുകൾ നിങ്ങൾ ഉപയോഗിക്കുക. നമുക്കറിയാമല്ലോ, നമ്മുടെ കോഡിങ്ങും ഡീകോഡിങ്ങും എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഡിജിറ്റൽ രൂപത്തിലൊരു പ്രമാണം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു രഹസ്യ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് എൻക്രിപ്ഷൻ. പ്രത്യേകിച്ച് ഈ സിനിമകളിലൊക്കെ, തീവ്രവാദികളുടെ സിനിമയിലൊക്കെ അവരെന്തെങ്കിലും കോഡായിരിക്കും പറയുന്നത്, അല്ലേ? ഒരു എൻക്രിപ്ഷൻ കോഡായിരിക്കും. അത് നമ്മളിവിടെ വന്ന് ഡീകോഡ് ചെയ്തെടുത്താണ് മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? മിക്ക സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നതാണ്. ഈ പോലീസുകാരെല്ലാം ഈ കോഡ് എന്തായിരിക്കും, അവൻ എന്തായിരിക്കും ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നമ്മൾ കണ്ടിട്ടുള്ള. അപ്പോൾ എന്താണ്, ഈ ഡിജിറ്റൽ രൂപത്തിൽ അതേപടി കൊടുക്കാതെ എന്താണ് രഹസ്യ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള എൻക്രിപ്ഷൻ രീതികളാണ് നമുക്കുള്ളത്. എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുള്ള എൻക്രിപ്ഷൻ രീതികളുണ്ട്. 1 ഹാഷിംഗ്, 2 സിമ്മട്രിക്, 3 അസിമെട്രിക് കേട്ടോ. ഓർത്തിരിക്കണം. 1 ഹാഷിങ്, രണ്ടാമത്തേത് സിമ്മട്രിക് രീതി, മൂന്നാമത്തേത് അസിമെട്രിക് രീതി. നമ്മുടെ ഗണിതത്തിലെ നമ്മൾ പഠിക്കത്തില്ലേ, ഏതാ നമ്മുടെ കോഡിങ്ങും ഡീകോഡിങ്ങും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ഇതാണ് ഈ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. ഡിജിറ്റൽ രൂപത്തിലൊരു പ്രമാണം നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ ഒരു രഹസ്യ രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് എൻക്രിപ്ഷൻ. അത് 3 തരത്തിലുണ്ട്: ഹാഷിംഗ്, സിമ്മട്രിക് രീതി, അതുപോലെ തന്നെ അസിമെട്രിക് രീതി. ഇനിയും ഡിജിറ്റൽ സന്ദേശങ്ങളുടെയും പ്രമാണങ്ങളുടെയും വിശ്വസനീയത സ്ഥാപിക്കുന്നതിനായി സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സങ്കേതമാണ് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ. അതായത് നമ്മുടെ സ്കൂളുകളിലൊക്കെ, അതായത് പ്രത്യേകിച്ച് CBSE സ്കൂളുകളിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യും. അതായത്
നമ്മുടെ ഡിജിറ്റൽ സന്ദേശങ്ങളുടെയും പ്രമാണങ്ങളുടെയും ഒക്കെ വിശ്വാസീയത നമ്മൾ സ്ഥാപിക്കുന്നതിനായിട്ട് സൈബർ ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗണിത ശാസ്ത്ര സങ്കേതമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഒരു സ്കൂളിൻ്റെ HM ആയി എന്നിരിക്കട്ടെ. ഒരു CBSE സ്കൂളിലാണ് കൂടുതലായിട്ടും. സ്ക്രീൻ വന്നില്ലേ? സ്ക്രീൻ കാണത്തില്ലേ? ഓക്കെ. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു സ്കൂളിലെ HM ആയി എന്നിരിക്കട്ടെ. ആ HM ആയി ഇരിക്കുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ അല്ലേ സ്കൂളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതുപോലെ സ്കൂളിൻ്റെ രേഖകളും സ്കൂളിലേക്ക് വരുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ പറഞ്ഞാൽ ആ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 6,000 രൂപ തൊട്ട് 10,000 രൂപ വരെ ചിലവ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഒപ്പം അതേപടി എന്ത് ചെയ്യും? ഡിജിറ്റലായിട്ട് അവർ സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കും. അതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയിരിക്കും. അത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്ക് നമ്മൾ പാസ്വേഡ് പറഞ്ഞെങ്കിൽ മാത്രമേ അത് ഓപ്പണായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കണം, ഡിജിറ്റൽ സന്ദേശങ്ങളുടെയും പ്രമാണങ്ങളുടെയും വിശ്വാസീയത സ്ഥാപിക്കുന്നതിനായിട്ട് സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സങ്കേതമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നത്. അതൊരു കോഡായിരിക്കും. ആ കോഡ് അവർ റിലീവ് ചെയ്ത് അല്ലെങ്കിൽ ആ കോഡ് ഡീകോഡ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഈ സിഗ്നേച്ചർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ചില PDF നമ്മൾ ബാങ്കിൻ്റെയൊക്കെ ചില അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ചില പാസ്വേഡ് നിങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പേരിലെ ആദ്യത്തെ 4 അക്ഷരം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ 2 അക്ഷരം, നിങ്ങളുടെ ഇയർ ഓഫ് ബർത്തിൻ്റെ അവസാനത്തെ 2 അക്ഷരം പാസ്വേഡ് എന്ന് എഴുതി ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഓക്കെ. ഇതെന്നാ സംഭവം? ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. കാരണം നമ്മളല്ലാതെ മറ്റൊരാളെങ്കിലും എന്താണ് അതിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കിയാൽ അവരെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ബാങ്കിൻ്റെ കേസുകൾ അവരിപ്പോഴും ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് കാണുന്നതാണ് കേട്ടോ. ഇനിയും ഇൻ്റർനെറ്റിലൂടെ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സുരക്ഷിതമായി വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പാസ്വേഡാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കേട്ടോ. ഓർത്തിരിക്കണം, ഇൻ്റർനെറ്റിലൂടെ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സുരക്ഷിതമായി വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പാസ്പോർട്ടാണ് എന്ത്? ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് നോക്കി വെച്ചേട്ടോ. എന്താണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിലൂടെയോ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സുരക്ഷിതമായിട്ട് വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പാസ്പോർട്ടിന് പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനിയും നശീകരണ സ്വഭാവമുള്ള സോഫ്റ്റ്വെയർ കണ്ടെത്തി അവയുടെ പ്രവർത്തനം തടയുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ആൻറ്റിവൈറസ്. നമ്മൾ വൈറസിൻ്റെ കാര്യം പറഞ്ഞില്ലേ? എന്തായിരുന്നു വൈറസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്ന് എൻകോഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വൈറസ് എന്ന് പറയുന്നത് അല്ലേ. ഈ വൈറസിനെ നശിപ്പിക്കാണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെടുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആൻറ്റി വൈറസ് പറയുന്നത്. ഒരുപാട് നമ്മുടെ ഫോണിലാണെങ്കിലും നിങ്ങൾ കണ്ടില്ലേ AVG, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഈ കാസ്പെർസ്കി എന്ന് പറഞ്ഞ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിവൈസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ആക്കുക എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സൈറ്റിലേക്ക് നമ്മൾ കയറാതെയും, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിന് ഒരു വാർണിംഗ് തരും. ശരിയല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ സൈറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ദിസ് സൈറ്റ് ഈസ് ഹാംഫുൾ ടു യുവർ ഡിവൈസ് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. ചിലതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യും അല്ലേ? ചില PDF ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ നശീകരണ സ്വഭാവമുള്ള സോഫ്റ്റ്വെയർ കണ്ടെത്തി അവയുടെ പ്രവർത്തനം തടയുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ആൻറ്റിവൈറസ്. നമ്മുടെ ഫോണിലൊക്കെ ഉള്ളത് കേട്ടോ. ഇനിയും ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൽ നിന്നോ അനധികൃതമായി ഇടപെടലുകൾ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കുന്ന സംവിധാനമാണ് ഫയർവാൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൽ നിന്നോ അനധികൃതമായി ഇടപെടൽ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫയർവാൾ. നമ്മൾ പറഞ്ഞില്ല, ഒരു ഫയർവാൾ ക്രിയേറ്റ് ചെയ്യുക. ഫയർവാൾ എന്ന് വെച്ചാൽ ഒരു ഫയർ എന്ന് വെച്ചാൽ തീ അല്ല, അതിൻ്റെ ഒരു വോൾ ക്രിയേറ്റ് ചെയ്യുക വെച്ചാൽ അത് കടന്നു വരിക എന്നൊരു പാടാണ്. ഒരു തീയുടെ ഒരു മതിൽക്കെട്ട് കടന്നു വരിക എന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ആക്കാൻ നമ്മളൊരു ഫയർവാൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയും. ഇപ്പോൾ എൻ്റെ ഒരു സിസ്റ്റത്തിൽ ഞാൻ വലിയൊരു ഒരു പ്രൊഫഷണൽ വ്യക്തിയാണെന്നിരിക്കട്ടെ, എൻ്റെ പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക് ആരും കയറാതിരിക്കാൻ ഒരു ഫയർവാൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. ഈ പറഞ്ഞ 5-ാം സിനിമയ്ക്കകത്ത് തന്നെ അവർ പറയുന്നുണ്ട് അല്ലേ, എൻ്റെ ഫയർവാൾ അവൻ കയറിയെങ്കിൽ അവൻ്റെ ഫയർവാൾ ഞാനും കയറി തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുത്തിയിരിക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. അതായത് ഒരു ഫയർവാൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളതിനെ പ്രൊട്ടക്റ്റ് ആക്കിയിട്ടാൽ പിന്നെ പെട്ടെന്ന് ഒരു ആക്രമണം നമ്മുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൽ നിന്നോ അനധികൃതമായിട്ട് ഇടപെടൽ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് ഫയർവാൾ. ഇനിയും വിവിധ തരം ഫയർവാൾ ഉണ്ട്. അത് പാക്കറ്റ് ഫയർവാൾ, സ്റ്റേറ്റ്ഫുൾ ഫയർവാൾ, ആപ്ലിക്കേഷൻ ലെയർ ഫയർവാൾ, പ്രോക്സി ഫയർവാൾ കേട്ടോ. ഇതൊക്കെ ഫയർവാളുകളാണ്. ഇനിയും ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യവും വിനിമയം ബന്ധപ്പെട്ട് പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിനായി വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന നിയമത്തെയോ
നിയമങ്ങളുടെ സഞ്ചയനത്തെ അറിയപ്പെടുന്ന പേരാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം കേട്ടോ. ഓർത്തിരിക്കണം, നമ്മുടെ ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യവും അതുപോലെ തന്നെ വിനിയോഗവും ബന്ധപ്പെട്ട പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിനായി വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളെയോ അല്ലെങ്കിൽ നിയമത്തെയോ സഞ്ചയത്തെയോ അറിയപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം. ഇനിയും സൈബർ മേഖലയിൽ ഇന്ത്യയിലുണ്ടായ പ്രധാന നിയമമാണ്, പഠിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്, IT ആക്ട് കേട്ടോ. അത് വന്നതാണ് 2000 കേട്ടോ. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 കേട്ടോ. മിക്ക പരീക്ഷകളിലുള്ളതാണ് നമ്മുടെ IT ആക്ട് നിലവിൽ വന്നതെന്ന് 2000 കേട്ടോ. 2000 IT ആക്ട് നിലവിൽ വന്നത്. സൈബർ മേഖലയിൽ ഇന്ത്യയിലുണ്ടായ പ്രധാന നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം അല്ലെങ്കിൽ IT ആക്ട് എന്ന് പറയും. അത് വന്നത് 2000 കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന പരിശോധനയിലുണ്ടായിരുന്നത് അല്ലേ, നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് 2-ൻ്റെ അകത്തും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഡിഗ്രി നമ്മുടെ വിവര സാങ്കേതിക വിദ്യാ നിയമം 2000, നമ്മുടെ IT ആക്ട് പുറപ്പെടുവിച്ച വർഷം എന്ന് പറഞ്ഞുകൊണ്ട് 2000 ചോദിച്ചു. സോ ഒരു അപ്ഡേറ്റ് ആയിട്ട് ചോദ്യം തന്നെയാണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കാണുന്നുണ്ട് കേട്ടോ. IT ആക്ട് നിലവിൽ വന്നത് 2000. ഇനിയും വിവര സാങ്കേതിക വിദ്യാ നിയമം നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17 കേട്ടോ. ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത്. ഓർത്തിരിക്കണം, IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. ഇനിയും വിവരവിനിമയ സാങ്കേതിക വിദ്യാ നിയമം 2000 ഭേദഗതി ചെയ്യപ്പെട്ട വർഷം, ഒന്നുകൂടി അത് ഭേദഗതി ചെയ്യപ്പെട്ടത് 2009 ഒക്ടോബർ 27 കേട്ടോ. വന്ന വർഷം 2000 ഒക്ടോബർ 17, അത് ഭേദഗതി ചെയ്യപ്പെട്ട 2009 ഒക്ടോബർ 27 കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ IT-നെ പറ്റി നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ 2 ചോദ്യം ഈ ഒരു പാർട്ടിയിൽ നിന്ന്, അതായത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മൾ പഠിച്ച ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഏതാണ്, നമ്മുടെ കുട്ടികളെ നമ്മൾ ഇന്നലെ കാണിച്ച ജിയോജിബ്ര സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ കിഗ്, ഫെറ്റ്, അതുപോലെ തന്നെ കുട്ടികളെ കളിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ, അതുപോലെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇല്ല, ജിംബ്, ഒഡാസിറ്റി, പിന്നെ അതുപോലെ തന്നെ Gboard, അതുപോലെ തന്നെ നമ്മുടെ സഹായിക്കുന്ന നമ്മുടെ സമഗ്ര അല്ലേ, ഇതുപോലുള്ള കളിപ്പട്ടി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഈയറ്റ് വിദ്യ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, കാൽസ്യം, മാർബിള് അല്ലേ, ഇതുപോലുള്ള സോഫ്റ്റ്വെയർ, സൺഗ്ലോക്ക് അല്ലേ, ഈ സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ ഉപയോഗം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ, ഒരു ഫോട്ടോ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ജിംബ് എന്ന സോഫ്റ്റ്വെയർ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ, ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ, ഇതൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം കുട്ടികൾ നമ്മളെ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ടക്സ് പെയിൻറ്റ്, ജിക്രോംബിക്സ്, ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഒബ്വിയസ്ലി ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതും കൂട്ടത്തിൽ ഈ സൈബർ ആക്രമണം അതുപോലെ തന്നെ ഈ സൈബറിൻ്റെ കാര്യങ്ങളൂടി ഓർത്ത് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. ഒന്നല്ലെങ്കിൽ 2 ചോദ്യം ഇവിടുന്ന് ഉറപ്പായിട്ട് ചോദ്യം കേട്ടോ. ഏത് അപ്ഡേറ്റ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മേഖലയിൽ നിന്ന് എടുത്താലും ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നോക്കിയിട്ട് വേണം പോകുവാൻ കേട്ടോ. പിന്നെ കേരളത്തിലെ സ്കൂൾ വിവരങ്ങളുടെ രേഖപ്പെടുത്തി വെക്കുന്ന പോർട്ടൽ ഏതായിരുന്നു അറിയാമോ? കേരളത്തിലെ സ്കൂൾ വിഭവങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന പോർട്ടൽ ഏതെന്നറിയാമോ? പഠിപ്പിച്ചതാ, ഏതെന്നറിയാമോ? സമ്പൂർണ്ണയല്ല, സ്കൂൾ വിക്കി കേട്ടോ. സ്കൂൾ വിക്കിയാണ് കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ കേട്ടോ. സ്കൂളിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് സമ്പൂർണ്ണ. സ്കൂളിലെ മൊത്തം കുട്ടികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് സമ്പൂർണ്ണ കേട്ടോ. മാറിപ്പോയല്ല. കേരളത്തിലെ സ്കൂളുകളുടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന പോർട്ടലാണ് സ്കൂൾ വിക്കി. അത് കഴിഞ്ഞ വട്ടം ചോദിച്ചതാണ്. ഇനിയും നമ്മുടെ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് നമ്മുടെ സമഗ്ര അല്ലേ. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ടീച്ചേഴ്സിനൊക്കെ ഉള്ള ടീച്ചിങ് മാനുവലും ടെക്സ്റ്റ് ബുക്കുകളും കണ്ടൻറ്റും റെഫറൻസ് മെറ്റീരിയലും എല്ലാം തന്നെ നമുക്ക് ലഭ്യമാണെന്ന് പറഞ്ഞാണ് നമ്മുടെ നമ്മുടെ സമഗ്ര സോഫ്റ്റ്വെയർ കേട്ടോ. അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്ഡേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെല്ലാം നമ്മൾ അധ്യാപകരായ നമ്മളും IT മേഖലയെ പറ്റി അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. പിന്നെ IT ആയിട്ട് നിലവിൽ വന്ന 2000 ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ ഏതൊക്കെ ആക്രമണങ്ങൾ നമ്മുടെ സിസ്റ്റത്തിനുണ്ടാകാം, എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് സേഫ് ആൻഡ് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് ഇവിടെ നമ്മളോട് പറഞ്ഞു നോക്കുന്നത്. അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. കാരണം അവർ ഫോണിൻ്റെ അഡിക്റ്റഡാണ് അല്ലേ. ഫോൺ ടാബ് എന്ന് പറഞ്ഞ രീതിക്ക് അവർ അഡിക്റ്റഡാണ് എല്ലാ കുട്ടികളും. അപ്പോൾ അവർ ഉപയോഗിക്കുന്നതിനകത്ത് പന്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഉപയോഗം കുറപ്പിക്കുക. മാക്സിമം അതിൻ്റെ ഉപയോഗിക്കാതിരിക്കാൻ നോക്കിക്കുക. പിന്നെ നമ്മൾക്കറിയാലോ, നമുക്ക് യൂസേജ് ആണ് സാധനം എന്ന് പറഞ്ഞ സാധനം, ഈ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ കമ്പ്യൂട്ടർ എന്ന സാധനം യൂസ്ഫുൾ ആണ്. അതിൻ്റെ പ്രയോജനകരമായ രീതിയിൽ അല്ലേ ഒരു സാധനം എടുത്ത് അതിന് പോസിറ്റീവ് വശമുണ്ട് നെഗറ്റീവ് വശമുണ്ട്.
അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മനസ്സിലായിക്കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കാനാണ് കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കേണ്ടത്. അല്ലാതെ വെറുതെ സമയം കളഞ്ഞ് കാർട്ടൂണും കണ്ട് ടി വിയും കണ്ട് അല്ലേ ചുമ്മാ കളിച്ചും നടന്നാൽ ജീവിതത്തിൽ അതൊന്നും പ്രയോജനപ്പെടാവുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന് കേട് അല്ലേ, നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടികളുടെ കണ്ണിൻ്റെ പവർ ലഭ്യത കുറവാണ്. ഇന്നത്തെ ഒരു ടെസ്റ്റ് എടുത്താൽ 10 കുട്ടികളെടുത്താൽ 7 പേർക്കും കുഴപ്പമാണ്. അങ്ങനെ വന്നാൽ ഈ സ്ക്രീൻ അഡിക്ഷനാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ നമ്മുടെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് കുറപ്പിക്കുക കേട്ടോ. പുറത്തോട്ടൊക്കെ ഇറക്കി പുറത്തെ ഔട്ട്ഡോർ ഗെയിംസൊക്കെ നോക്കിക്കുക. അതാണ് നമ്മൾ ചെയ്യിപ്പിക്കാനുള്ളത് കേട്ടോ. സ്കൂളിലാണേലും നമ്മൾ ആ കാര്യം ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം വായിക്കുക. ഈ PDF ഞാൻ അയച്ചു തരാം, രണ്ടുപേരും പഠിക്കുക കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ.